സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കശുമാങ്ങ, കാഷ്യൂ ഫ്രൂട്ട്, കാഷ്നട്ടിൻ്റെയൊക്കെ അതിൻ്റെ ബാക്കിലേക്കുള്ള പഴം. ചിലർ പറങ്കി മാങ്ങ എന്ന് പറയും, ചിലർ കപ്പിലി മാങ്ങ എന്ന് പറയും. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്തായാലും ആ ചിത്രം ഒന്ന് കണ്ടുവെക്കണം. എല്ലാവരുടെയും വീടുകളിൽ ഒരു എണ്ണം വെച്ച് പിടിക്കാൻ, മണ്ണില്ലെങ്കിൽ വലിയൊരു ചട്ടിയിലായത് വെച്ച് പിടിപ്പിക്കാനായിട്ട് മറക്കരുത്. ഹൈബ്രിഡൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് എന്തൊക്കെ ഗുണമുണ്ടെന്ന് അറിയണ്ടേ? വൈറ്റമിൻ ബി ഇതിൽ സുലഭമാണ്, വൈറ്റമിൻ B2 സുലഭമാണ്, വൈറ്റമിൻ B6 സുലഭമാണ്, വൈറ്റമിൻ കെ സുലഭമാണ്, വൈറ്റമിൻ ഇ സുലഭമാണ്, കോപ്പർ, മഗ്നീഷ്യം ഒക്കെ നമുക്ക് അടങ്ങിയിട്ടുള്ള ഒരു നല്ല പഴവർഗ്ഗമാണ്. 15ഓളം ഗുണങ്ങൾ ഈ പഴങ്ങൾക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കി വെക്കുക. 1, ക്യാൻസറിനെ ചെറുക്കാൻ വളരെ നല്ലതാണ്. 2, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രക്തക്കുറവിനെ പരിഹരിക്കാൻ നല്ലതാണ്. അമിതവണ്ണം കുറയ്ക്കാൻ നല്ലതാണ്. ചർമ്മ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. ഞരമ്പ് സംബന്ധമായ എല്ലാ വേദനകൾക്കും വളരെ നല്ലതാണ്. ആമവാദ വേദനയ്ക്ക് വളരെ നല്ലതാണ്. തൊണ്ടവേദനയ്ക്ക് നല്ലതാണ്. ഛർദിക്ക് നല്ലതാണ്. കൃമിശല്യത്തിന് വളരെ നല്ലതാണ്. തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ നല്ലതാണ്. ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ്. പേശി ബലങ്ങൾക്ക് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 15ഓളം കാര്യങ്ങൾക്കാണ് ഇത് ഉപകരിക്കുക. വളരെ നല്ല ഒരു ഔഷധ ചെടി തന്നെയാണ് ഇതെന്ന് നാം മറക്കരുത്. ഒരു 10-200 ലിറ്റർ, വീടും ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു 200 ലിറ്റർ കൊള്ളുന്ന ഒരു ജാർ മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണും ചാണകവും ഒക്കെ നിറച്ചിട്ട് ഒരു ചെടി വെച്ച് കൊടുക്കുക. ഹൈബ്രിഡ് ചെടി ഉണ്ടാവട്ടെ മുറ്റത്ത്. അത് കഴിക്കാൻ നോക്കണം. ഈ ഉള്ള സമയങ്ങളിലൊക്കെ ആ പഴം തുടങ്ങുമ്പോൾ മുതൽ തീരുന്നവരെ കഴിക്കാൻ. എല്ലാ വർഷവും കിട്ടൂല എന്ന് പറഞ്ഞാൽ എല്ലാ മാസങ്ങളിലും കിട്ടൂല, വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുക. അപ്പോൾ ആ കിട്ടുന്ന സമയങ്ങളിൽ ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കി വെക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആരോഗ്യകരമായി കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിനെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ആരോഗ്യമുള്ള ശരീരത്തിനും ആരോഗ്യമുള്ള മനസ്സിനും നല്ലത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം അത് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഞാനീ തരുന്ന ലളിതമായ പഴവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല അറിവുകൾ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഴവർഗ്ഗങ്ങളെക്കുറിച്ച് തന്നെയാണ് വരുന്നത്. നല്ല നല്ല അറിവുകൾ നിങ്ങൾ സ്വായത്തമാക്കണം. അതൊന്ന് ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തും കൂടെ വെച്ചോ. മാത്രമല്ല, ഈ അറിവുകളൊക്കെ അടങ്ങിയ, ഈ പഴവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അടങ്ങിയ, ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അറിവുകളും അടങ്ങിയ ഗൃഹവൈദ്യ പാഠപുസ്തകമുണ്ട്. അതൊന്ന് വീട്ടിൽ വാങ്ങി വെക്കാൻ മറക്കരുത്. നിങ്ങളുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ അതാവട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഇതാണ് ആമവാദ വേദനയ്ക്ക് കിഴി കെട്ടാൻ പറ്റിയ ഒരു ഔഷധച്ചെടി. ചീമ നെല്ലിയുടെ ഇല ഇട്ട് മുറിച്ചിട്ട് ചൂടാക്കി ആ വേദനയുള്ള ഭാഗത്ത് കുത്തിയാൽ മാറും. അടുത്ത ചോദ്യം ഇതാണ്, തൊണ്ടവേദനയ്ക്ക് പറ്റിയ ഒരു ഔഷധച്ചെടി ഏതായിരിക്കും? പല കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.